ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രീതി ശ്രുതിയെ പറഞ്ഞു വിടാൻ തിരക്ക് കൂട്ടിയിട്ടോ ഈ സമയം ശ്രുതി പോകുന്നുണ്ട്. എന്നാൽ ഈ സമയം ആകാശിനെയാണ് കാണിക്കുന്നത്. അശ്വിൻ ഓരോരോ കാര്യങ്ങൾ കമ്പനിയെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും വകവെക്കുന്നില്ല. അതൊക്കെ വേറെ എന്തോ മൈൻഡിലൂടെയാണ് ആകാശ് കേൾക്കുന്നത്. കാരണം ആകാശിന് പെട്ടെന്ന് പ്രീതിയിലെത്തണം, അതുമാണ് ആകാശിൻ്റെ ഉള്ളിലിരിപ്പ്. അങ്ങനെ അശ്വിൻ ചോദിക്കുകയാണ്, എന്താ ആകാശ്, ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ല? കേട്ട്. ഇന്ന് നമുക്ക് മീറ്റിംഗ് ഉണ്ടല്ലോ. നമുക്ക് മീറ്റ് ചെയ്യണം, അതുകൊണ്ട് ഞാൻ പോകുന്നു, എന്നെ വിട്ടേക്ക് എടാ എന്ന് പറയുമ്പോൾ, ഇല്ല ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ആകാശ് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. എന്നാൽ ഈ പോകുന്ന സമയത്ത് തൻ്റെ മൊബൈൽ ആ കാറിലിരിക്കുന്ന ആകാശ് ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ അത് അശ്വിനും കാണുന്നില്ല. അങ്ങനെ അശ്വിൻ ആ കാറിൻ്റെ ആ ഡോറ് പോലും അടക്കാതെയാണ് ആകാശ് പോകുന്നത്. അപ്പോൾ അശ്വിൻ എന്ത് ചെയ്യുന്ന, ആ കാറിൻ്റെ ഡോർ അടക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് ആകാശിൻ്റെ ഫോൺ കാണുന്നത് കേട്ടോ. പിന്നീട് ആകാശിനെ പിന്തുടരുകയാണ്. എന്നാൽ ഈ സമയം ശ്രുതി ആണെങ്കിലോ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ തൻ്റെ ചേച്ചി വീട്ടിൽ നിന്നും ഇങ്ങനെ ഓടി വരികയാണ്. പിന്നീട് ഒരു ഓട്ടോ കാണുകയാണ്. ആ ഓട്ടോക്ക് കൈ കാട്ടുമ്പോൾ തൻ്റെ ചേച്ചിയുടെ പേഴ്സ് നിലത്ത് വീഴുകയാണ്. അപ്പോൾ ഇത് ശ്രുതി കാണുകയാണ്. അങ്ങനെ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ആ പേഴ്സ് എടുത്ത് ഓടി ചെല്ലുമ്പോഴേക്കും ഓട്ടോയിൽ പ്രീതി അങ്ങ് പോകുന്നു കേട്ടോ. പിന്നീട് ശ്രുതി വേറൊരു ഓട്ടോ വിളിച്ചിട്ട് പ്രീതിയെയും പിന്തുടരുകയാണ്. അങ്ങനെ ഈ ചേച്ചി എങ്ങോട്ടാണ് ഈ പോകുന്നത് മനസ്സിലാവുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ഈ സമയം ആകാശ് എവിടോട്ടാണ് ഈ പോകുന്നത് എന്ന് ഇങ്ങനെ അശ്വിനും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ തമ്മിൽ രണ്ടുപേരും ആകാശിൻ്റെയും പ്രീതിയുടെയും കൂടെ ശ്രുതിയും അശ്വിനും ഓരോരോ വഴിയിലൂടെ പിന്തുടർന്ന് പോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഇങ്ങനെ അഞ്ജലിയുടെ ഉള്ളിൽ വിഷമമാവണം. അവരെ എന്നിൽ നിന്ന് എന്തോ മറച്ചു വെക്കുന്നുണ്ട്, അതെന്തായാലും കണ്ടെത്തണം എന്നൊക്കെയുള്ള ആ തീരുമാനവുമായി നിൽക്കുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഷ്യാമിൻ്റെ ഫോൺ വരുന്നത്. അപ്പോൾ ഉടൻ തന്നെ ഷ്യാമേട്ട എന്താ എന്ന് ചോദിക്കുമ്പോൾ, അതെ നമ്മുടെ റൂമിൽ ഒരു സാധനം ഇരിപ്പുണ്ട്, എന്താ സർപ്രൈസാണ്? സർപ്രൈസ് ഒന്നല്ല, നീ പോയി നോക്കിയെന്ന് പറയണ്ട. അങ്ങനെ ഈ ഡോറങ്ങ് തുറക്കുമ്പോൾ ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ അഞ്ജലി. പിന്നീട് ഈ സമയം അശ്വിനെ തന്നെയാണ് കാണിക്കുന്നത്. അശ്വിൻ ഇങ്ങനെ ആകാശ് ഒരു ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു കടയിലോട്ട് അങ്ങ് കയറുന്നതാണ് അശ്വിൻ കാണുന്നത്. അപ്പോൾ അശ്വിൻ തൊട്ട് പിന്നാലെ കയറി ചെല്ലണം, എന്നിട്ട് ആ ഗ്ലാസ്സിന് തൊട്ടരികിൽ നിൽക്കുകയാണ്. ഇതേ സമയം ആകാശ് പറയുന്ന ഒരു കുലുസ് വേണം എന്നാണ് പറയുന്നത്. അങ്ങനെ കുലുസ് എടുക്കണം കേട്ടോ. കുലുസ് എടുത്ത് അതിൻ്റെ ബില്ലൊക്കെ പേ ചെയ്ത് ആകാശ് അവിടെ നിന്ന് ഇറങ്ങും. അശ്വിൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്നുണ്ട്. അശ്വിൻ വിളിക്കുന്നുണ്ട്, ആകാശ് എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷെ ആകാശ് അത് കേൾക്കുന്നില്ല. അത്രയും പ്രീതിയെ കാണാനും പ്രീതിയോട് ഇഷ്ടം തുറന്ന് പറയാനുള്ള ആ തുരയിലാണ് കേട്ടോ ആകാശ് പോകുന്നത്. എന്നാൽ ഈ സമയം ഇങ്ങനെ ഇപ്പുറത്താണെങ്കിലോ ശ്രുതി പ്രീതിയെ ഇങ്ങനെ പിന്തുടർന്ന് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രീതി ഈ ആകാശ് പറഞ്ഞ ഈ ഹോട്ടലിൽ എത്തിയിരിക്കുന്ന അങ്ങനെ ഓട്ടോക്കാരന് പൈസ കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമയം ഓട്ടോക്കാരന് പൈസ കൊടുക്കാൻ നോക്കുമ്പോൾ പേഴ്സ് കാണുന്നില്ല. ഈശ്വര, ഞാൻ എൻ്റെ പേഴ്സ് ഈ ബാഗിൽ ഇട്ടതാണല്ലോ, പിന്നെ എവിടെ പോയി എന്ന് പറയുമ്പോൾ ഓട്ടോറിക്ഷക്കാരൻ പൈസ വേണമെന്ന് പറയണ്ട. അപ്പോൾ ഈ സമയം എവിടുന്നൊക്കെ തപ്പി പിടിച്ച് അയാളുടെ ക്യാഷ് ഫുള്ളായി കൊടുക്കുകയാണ്. പിന്നീട് പ്രീതി ഓടിച്ചെല്ലാണ് ഈ റെസ്റ്റോറൻറ്റിൽ. എന്നാൽ ഈ സമയം ആകാശാണെങ്കിലോ പിന്നീട് പോകുന്നത് ഈ റെസ്റ്റോറൻറ്റിലേക്കാണ്. അപ്പോൾ അശ്വിനും പിന്തുടർന്ന് വരികയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ശ്രുതി വന്ന് ഇറങ്ങുന്നുണ്ട്. പ്രീതി ഇറങ്ങുന്ന ശ്രുതി കണ്ടല്ല. അങ്ങനെ ശ്രുതി വന്ന് ഇറങ്ങിയിട്ട് ഓട്ടോക്കാരന് പൈസ കൊടുക്കാതെ പോകുമ്പോൾ ഓട്ടോക്കാരൻ പൈസ വേണമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ശ്രുതി അയാൾക്ക് പൈസ കൊടുത്ത് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലോട്ട് ശ്രുതിയും കയറാണ്. ഇപ്പുറത്ത് ആകാശം കയറിയിരിക്കുന്നു, ഇപ്പുറത്ത് അശ്വിനും കയറിയിരിക്കുന്നു. അങ്ങനെ 4 പേരും ഒന്നിച്ച് ഈ ഹോട്ടലിനുള്ളിൽ അകപ്പെട്ടിരിക്കുന്നു കേട്ടോ. എന്നാൽ ഈ സമയം അഞ്ജലിയാണ് കാണിക്കുന്നത്. അഞ്ജലി തുറന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അത് ഷ്യാമുണ്ടായിരിക്കൂടെ കുറേ മെഴുകുതിരികൾ കത്തിച്ച് വെച്ച് അങ്ങനെ ഒരു സർപ്രൈസ് ആയിരിക്കും. അപ്പോൾ അവിടെ അഞ്ജലി ഞെട്ടി നിന്ന് ചോദിക്കുകയാണ്, ഇതെന്താ ഷ്യാമേട്ട, എനിക്ക് സർപ്രൈസ് ഒരുക്കിയതാണോ എന്ന് പറയുമ്പോൾ, സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് തൻ്റെ കയ്യിലുള്ള ഒരു ഗിഫ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ അഞ്ജലിക്ക് കാണിച്ചു കൊടുക്കും. അപ്പോൾ അഞ്ജലി പറയണേ, നിങ്ങളത് കുറച്ച് നേരത്തെ ഭക്ഷണം കഴിക്കുന്നിടത്ത് വെച്ച് കണ്ടതാണല്ലോ, ഇത് നിനക്ക് തന്നതാണ്. അപ്പോൾ നിങ്ങൾ ഫോണിൽ ആരോടും സംസാരിച്ചിരുന്നല്ലോ. അപ്പോൾ ഈ സമയം ഫോണിൽ ഞാൻ സംസാരിച്ചതായി അഭിനയിക്കുന്നതാണ്, കാരണം നീ കേട്ടില്ല സർപ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ സർപ്രൈസ് എന്ന് പറയുന്നത് സർപ്രൈസ് തന്നെ ആയിരിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫോണിൽ അത് മറച്ചു പിടിച്ചത് എന്ന് പറയണേട്ടാ. അപ്പോൾ ഈ സമയം അത് അഞ്ജലിക്ക് ഒരുപാട് സന്തോഷമാണ്. അങ്ങനെ അഞ്ജലി എന്ത് ചെയ്യുന്നു, ഷ്യാമിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ ഷ്യാമിൻ്റെ ഉള്ളിൽ ആ ഒരു ചിന്ത ഉണ്ടല്ലോ, അതായത് അഞ്ജലി സംശയം തോന്നിയിട്ട് ഷ്യാമിൻ്റെ വക്കീലിനെ വിളിച്ചിട്ടുണ്ടാവും കേട്ടോ. ആ ആൾ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞതായിരിക്കും കേട്ടോ. എന്നിട്ട് ഷ്യാമ് തന്നെ പറയാം, നീ എന്നോടാണ് കളിക്കുന്നത്, എന്നാൽ നിൻ്റെ വേലത്തരങ്ങളൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല, എൻ്റെ കളികൾ നീ പൊളിക്കില്ല എന്ന് ഷ്യാം മനസ്സുകൊണ്ട് പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ അശ്വിനും ശ്രുതിയും കൂടി തൻ്റെ ആകാശിനെ അശ്വിൻ തിരയുന്നു, ശ്രുതിയാണെങ്കിൽ തൻ്റെ ചേച്ചിയെ തിരയുന്നു. അങ്ങനെ ആ ഭാഗങ്ങളൊക്കെ
തലക്കെ തിരിയുമ്പോഴും കാണുന്നില്ല. പക്ഷേ അശ്വിനും ശ്രുതിയും നേർക്കുനേറുണ്ട്. പക്ഷേ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തലതിരിയുന്നത് കൊണ്ട് അവർ നേരിട്ടും കാണുന്നില്ല കേട്ടോ. ഇതേ സമയം വീണ്ടും തൻ്റെ ചേച്ചിയെ ഇങ്ങനെ ശ്രുതി തിരയുന്ന സമയത്ത് അശ്വിനും ഇങ്ങനെ ഇപ്പുറത്ത് തിരയാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും അവിടെ ആകാശിനെയും പ്രീതിയെയും കാണുകയാണ്. അതായത് ശ്രുതി തൻ്റെ ചേച്ചിയെ കാണാണ്, അശ്വിനാണെങ്കിൽ ആകാശിനെയും കാണാണ്. അപ്പോൾ അവിടെ ശ്രുതിയാണെങ്കിൽ അക്ക എന്ന് പറഞ്ഞ് ചേച്ചി എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിളിക്കുമ്പോൾ ഇപ്പുറത്ത് അശ്വിനാണെങ്കിലോ ആകാശ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിളിക്കാനായിട്ട് രണ്ടുപേരുടെയും വിളി ഒപ്പമാകുമ്പോൾ രണ്ടുപേരും തിരിഞ്ഞു നോക്കാൻ തൊട്ടരികിൽ നിന്നിട്ടാണ് വിളിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും ഇതെന്താ ഇപ്പോൾ നീ ഇവിടെ എന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ ഇതെന്നെ നിങ്ങളോട് എനിക്ക് ചോദിക്കാനുണ്ട്, നിങ്ങളെന്താ ഇവിടെ എന്ന് പറയുമ്പോൾ എനിക്കിഷ്ടമുള്ളടത്ത് വരും, അത് നിന്നോട് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ശ്രുതി പറയാം എനിക്കും ഇഷ്ടമുള്ളടത്ത് വരും, അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എന്ന് പറയണേ. അപ്പോൾ ഈ സമയം പെട്ടെന്ന് ശ്രുതിക്ക് ഓർമ്മ വരിക തൻ്റെ ചേച്ചിയെ തിരക്കിയല്ല വന്നത്, ഇയാളോട് വഴക്കൂടാനല്ലോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി എന്ത് ചെയ്യും തൻ്റെ ചേച്ചിയുടെ മുന്നിലോട്ട് ഓടാൻ നിൽക്കേണ്ടിയിട്ട്. അപ്പോഴേക്കും ആകാശിനെ തിരക്കിയാണല്ലോ താനും വന്നത് എന്ന് അശ്വിന് ഓർമ്മ വരികയാണ്. അങ്ങനെ രണ്ടുപേരും ഈ ചേച്ചിയെയും അതുപോലെ ആകാശിനെയും തിരക്കി പോവാണ്. അപ്പോൾ ഈ സമയം ഇവർ തമ്മിൽ കണ്ടുമുട്ടിയിരിക്കുന്നു. അപ്പോൾ ആകാശ് പറയാണ്, ആകാശിനെ കണ്ടോടെ തന്നെ പ്രീതി ചോദിക്കുകയാണ് ഇനി എന്തിനാണ് എന്നെ കാണാൻ ആകാശ് വന്നിരിക്കുന്നത്, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എന്നെ കാണാൻ വരരുതെന്ന്. അപ്പോൾ നീ എന്നോട് പ്രണയം തുറന്ന് പറഞ്ഞു, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, എൻ്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണില്ല എന്ന് പറയണം. അപ്പോൾ ഉടൻ തന്നെ ആകാശിനോട് പ്രീതി പറയണേ നിങ്ങൾ ഒരിക്കലും വിചാരിക്കുന്നത് പോലെയല്ല, എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ കഴിയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ ആകാശ് എന്ത് ചെയ്യും എല്ലാവരെയും കാണിക്കുന്ന വിധത്തിൽ എല്ലാവരും ഇങ്ങനെ നോക്കുന്ന വിധത്തിൽ പ്രൊപ്പോസ് ചെയ്യാൻ കേട്ടോ. അവിടെ അങ്ങ് തറയിൽ അങ്ങ് ഇരുന്ന് മുട്ട് കുത്തിയിട്ട് കൈ ഇങ്ങനെ കാണിക്കുകയാണ്, നീ എന്നെ സ്വീകരിക്കില്ലേ എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ അവിടെ അശ്വിനാകെ ഞെട്ടിപ്പോകണം കേട്ടോ. ഈശ്വര തൻ്റെ അനിയൻ എന്താ ഈ പ്രവൃത്തി ചെയ്യുന്നത് എന്ന ഭാവത്തിൽ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ ശ്രുതിയും ഞെട്ടി നിൽക്കുകയാണ്. ചേച്ചിയുടെ മുന്നിലാണല്ലോ ഇയാൾ കൈ പിടിക്കാൻ പറയുന്നത് എന്നുള്ള ഭാവത്ത് ശ്രുതിയും നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ആകാശ് പറയാണ് എൻ്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണില്ല, നീ എന്തുകൊണ്ട് എന്നെ പ്രണയിക്കാത്തത്, നിന്നെ ഞാൻ വിവാഹം കഴിക്കും, ഞാൻ നിനക്ക് വാക്ക് തന്നതല്ലേ എന്ന് പറയുമ്പോൾ ശ്രുതി ഉറക്കെ ചേച്ചി എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിളിക്കണം കേട്ടോ. അപ്പോൾ ആകാശ് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ അശ്വിനെയും കാണാണ്. അപ്പോൾ ആകാശ് ഞെട്ടി നിൽക്കുകയാണ്. ഈ സമയം ആകാശ് നീ എന്താ വിചാരിച്ചിരിക്കുന്നത് എന്ന് ശ്രുതി അങ്ങ് പറയുമ്പോഴേക്കും അവിടെ ആകാശിന് മറുപടി പറയാനാവാതെ അശ്വിൻ അങ്ങ് ഇടപെടുകയാണ്. നീ എന്താടി വിചാരിച്ചിരിക്കുന്നത്, എൻ്റെ ചേച്ചി എന്ന് പറയുമ്പോഴേക്കും ഇത് എൻ്റെ ചേച്ചിയുടെ കാര്യമാണ്, ഇതിൽ നിങ്ങൾ ഇടപെടേണ്ട എന്ന് ആകാശിനോട് ശ്രുതി പറയാണ്. അപ്പോൾ ഉടൻ തന്നെ ശ്രുതിയോട് അശ്വിൻ പറയണേ ഇതെൻ്റെ അനിയൻ്റെ കാര്യമാണ്, ആകാശിൻ്റെ കാര്യമാണ്, അത് നീയും ഇടപെടേണ്ട എന്ന് പറയട്ടെ. അപ്പോഴേക്കും ഇവർ തമ്മിൽ വഴക്കാവുമെന്ന് കാണുമ്പോൾ അവിടെ എല്ലാവരും നോക്കി നിൽക്കണിട്ടാ. അപ്പോൾ ഉടൻ തന്നെ ആകാശും പ്രീതിയും പറയണേ ശ്രുതി അടങ്ങ്, അശ്വിൻ അടങ്ങ് എന്നൊക്കെ പറയുമ്പോഴത് കേൾക്കുന്നില്ല. അപ്പോൾ ഉടൻ തന്നെ അശ്വിൻ പറയണേ എടി നീ നാട്ടുംപുറത്തുകാരിയായി സീറ്റ് കച്ചവടക്കാരിയല്ലേ, മിഠായി കച്ചവടക്കാരിയല്ലേ, നിനക്കുണ്ടടി നല്ലതൊക്കെ തിരിച്ചറിയാൻ കഴിയുക എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവരും ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ശ്രുതിക്കങ്ങ് ദേഷ്യം പിടിച്ചിട്ട് പറയണം നിങ്ങൾ കടലമിഠായി അല്ലേ, കടലമിഠായിക്ക് എന്തെങ്കിലും അറിയോ എന്ന് തിരിച്ചും ചോദിക്കുകയാണ്. എല്ലാവരോടും ഓർഡർ ഇടാൻ മാത്രമല്ലേ നിശ്ചയുള്ളൂ, ജീവിതം എന്തെന്ന് അറിയോ എന്ന് ചോദിക്കുമ്പോൾ നീ എന്നെ കടലമിഠായി എന്ന് വിളിക്കുക. അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾ എന്നെ സീറ്റ് ഉണ്ടാക്കുന്ന ആളെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് തിരിച്ച് വിളിച്ചാൽ എന്താ എന്ന് ശ്രുതി എല്ലാവരും മുന്നിൽ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ അവിടെ അവർ തമ്മിൽ ഒരു വഴക്കാവാന്ന് കാണുമ്പോൾ പ്രീതി ഒന്ന് നിർത്തുന്നുണ്ട്. ഇത് എൻ്റെയും ആകാശിൻ്റെയും കാര്യമാണ്, എനിക്ക് ആകാശിനോട് പറയാനുള്ളത് നീ പറയേണ്ട ശ്രുതി, ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് പറയണേ നിങ്ങളെ എനിക്കൊരിക്കലും വിവാഹം കഴിക്കാൻ പറ്റില്ല ആകാശ്, കാരണം എന്താണെന്നറിയോ, എനിക്കൊരു വിവാഹം ഉറപ്പിച്ചു, ആ ഡേറ്റും ഫിക്സ് ചെയ്തതാണ്, പക്ഷേ എൻ്റെ വിവാഹം മുടങ്ങാനുള്ള കാരണം എന്താണെന്ന് നിങ്ങളുടെ ഈ നിൽക്കുന്ന അശ്വിനോട് ചോദിച്ചു നോക്ക്. അശ്വിൻ എന്നൊരാളില്ലായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ വിവാഹം കഴിഞ്ഞിരുന്നു, ഇന്ന് എൻ്റെ കുടുംബം അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഓടി ഒളിച്ചത് എന്തിനാണ്, ഇന്ന് എൻ്റെ അച്ഛൻ ഈ അവസ്ഥയിലായത് കാരണക്കാരൻ ആരാണ്, ഈ നിൽക്കുന്ന അശ്വിനാണ് എന്ന് പറയുമ്പോൾ എന്താ എൻ്റെ ഏട്ടൻ ചെയ്തത് എന്ന് ആകാശ് ചോദിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അവിടെ ശ്രുതി വേണ്ട ചേച്ചി പറയണ്ട എന്ന് പറഞ്ഞിട്ട് തൻ്റെ ചേച്ചിയെ അവിടെ നിന്ന് പിടിച്ചു വലിച്ച് കൊണ്ടുപോകുമ്പോൾ അവിടെ അശ്വിൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, അന്ന് ശ്രുതി പറഞ്ഞിരുന്ന അക്കാര്യം എൻ്റെ ചേച്ചിയുടെ വിവാഹമാണ്, ഞാൻ എത്തിയില്ലെങ്കിൽ ചേച്ചിയുടെ വിവാഹം മുടങ്ങും, ഞങ്ങളെ എല്ലാവരെയും നിങ്ങൾ തൂക്കേറിൽ കയറ്റരുത്, നാട് വിടേണ്ട അവസ്ഥ വരുത്തരുത് എന്നൊക്കെ പറഞ്ഞത് എത്ര സത്യമായിരുന്നു, അവർ കള്ളിയല്ലേ എന്ന് ആ കുറ്റബോധം അശ്വിനുള്ളിൽ വരാനിട്ട്. അങ്ങനെയാണ് ഇനി അശ്വിൻ കൂടുതൽ ശ്രുതിയിലോട്ട് അടുക്കുന്നത് കേട്ടോ. ഇനി എന്തായാലും ഇവരുടെ വിവാഹം ഇവരെ ഒന്നിപ്പിക്കാൻ അശ്വിനും അതുപോലെ തന്നെ ശ്രുതിയും കൂടിയിട്ടാണ് ആകാശിനെയും പ്രീതിയെയും ഒന്നിപ്പിക്കുന്നത് കേട്ടോ.